എല്ലാ പ്രിയ പ്രേക്ഷകർക്കും അജിത് കുമാർ ക്രിയേഷൻസിൻ്റെ പുതിയ ഒരു എക്സൈറ്റിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് പാലക്കാട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തല ഉയർത്തി നിൽക്കുന്ന പാലക്കാട് കോട്ടയുടെ യുദ്ധങ്ങളുടെയും അധിനിവേശങ്ങളുടെയും പരാജയങ്ങളുടെയും കഥയാണ്. ഇതാണ് പാലക്കാട് കോട്ടയിലേക്കുള്ള പ്രധാന പ്രവേശന കവാടം. കോട്ടയുടെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന മനോഹരമായ നിർമ്മിതിയാണ് കവാടത്തിന്. കവാടത്തിനകത്ത് കയറിയാൽ മച്ചിലേക്ക് നോക്കിയാൽ വൃത്താകൃതിയിൽ ആകാശത്തിൻ്റെ ക്യാൻവാസിൽ പ്രകൃതിയുടെ ചിത്രപ്പണികൾ കാണാനാകും. എന്ത് മനോഹരമാണ് ഈ കാഴ്ച! പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്നും 40 രൂപ നൽകിയാൽ ഓട്ടോയിൽ 7 മിനിറ്റിനകം നമുക്കിവിടെ എത്തിച്ചേരാനാകും. അത്രയ്ക്കടുത്താണ്. 25 രൂപ നൽകി എൻട്രി ടിക്കറ്റും എടുത്ത് ഞങ്ങളും കോട്ടയ്ക്കുള്ളിലേക്ക്. തിങ്കളാഴ്ച അവധിയാണെന്നുള്ള കാര്യം മറക്കല്ലേ. പ്രവേശന കവാടത്തിനുള്ളിൽ കടന്നാൽ നൂറ്റാണ്ടുകളുടെ ചരിത്രവും പേറി നിൽക്കുന്ന പടുകൂറ്റൻ മരങ്ങളുടെ തണലാണ് ഇവിടെയും. കെട്ടിടങ്ങളാകെ തണൽ വിരിച്ചു നിൽക്കുന്ന പടുകൂറ്റൻ മരങ്ങൾ ഞങ്ങളെ അക്ഷരാർത്ഥത്തിൽ അതിശയിപ്പിച്ചു. ഇങ്ങനുണ്ടോ മരങ്ങൾ? ഇതാണ് പാലക്കാട് കോട്ടയുടെ ഫ്രണ്ട് വ്യൂ. വെള്ളം നിറഞ്ഞ വലിയ ജലക്കിടങ്ങുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു കോട്ട. ശത്രുക്കൾക്ക് അത് കടന്നു ചെല്ലുക വളരെ അസാധ്യം. കിടങ്ങുകൾ എപ്പോഴും നിറഞ്ഞു തന്നെ. അത്തരത്തിൽ വെള്ളം നിലനിർത്തുന്നതും മറ്റൊരു അതിശയമായി തോന്നി. ഇതാണ് കോട്ടയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള വഴി. സഞ്ചാരികൾ ജലക്കിടങ്ങിലുള്ള എന്തോ കാഴ്ചകൾ കണ്ട് മതി മറന്നു നിൽക്കുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലുള്ള കോട്ടയ്ക്ക് കേടുപാടുകൾ വരുത്തിയാൽ സഞ്ചാരികൾക്ക് ശിക്ഷ ഉറപ്പാക്കിക്കൊണ്ടുള്ള വാർണിംഗ് ബോർഡുകൾ യഥേഷ്ടം കാണാം. സഞ്ചാരികളെ സ്വാധീനിച്ച ജലക്കിടങ്ങിലെ കാഴ്ചയാണിത്. ആയിരക്കണക്കിന് മത്സ്യങ്ങളും ആമകളും ആഹാരത്തിനായി മത്സരിക്കുന്ന മനോഹരമായ കാഴ്ച. പാലക്കാട് കോട്ട ഈ കാണുന്ന രീതിയിൽ പുനർനിർമ്മിച്ചത് 18-ാം നൂറ്റാണ്ടിലാണ് എന്ന് കരുതപ്പെടുന്നു. 1766-ൽ ടിപ്പു സുൽത്താൻ്റെ പിതാവായ ഹൈദരാലിയാണ് ഈ നിർമ്മിതിക്ക് പിന്നിൽ. അക്കാലത്തെ പാലക്കാടിൻ്റെ പ്രാദേശിക ഭരണാധികാരിയായിരുന്ന ഇട്ടിക്കുമ്പി അച്ഛൻ കോഴിക്കോട് സാമൂതിരിയുമായി ചങ്ങാത്തത്തിലായിരുന്നു എന്നത് ചരിത്രം. കോട്ടയിലേക്ക് കടന്നാൽ ആദ്യം കാണാനാകുക ഒരു പുരാതനമായ ഹനുമാൻ ക്ഷേത്രമാണ്. ക്ഷേത്രത്തിലേക്കുള്ള വലിയ കവാടമാണ് ഈ കാണുന്നത്. ക്ഷേത്രത്തിൽ പൂജാ സമയമാണിപ്പോൾ. മന്ത്രോച്ചാരണങ്ങൾ ഉച്ചത്തിൽ കേൾക്കാം. അതിനിടയിൽ നൂറുകണക്കിന് ഭക്തന്മാർ ക്ഷേത്ര ദർശനത്തിനായി നിൽക്കുന്നതും കണ്ടു. കോട്ടയിലേക്ക് കടക്കാനുള്ള അവസാന പ്രവേശന കവാടമാണ് ഈ കാണുന്നത്. ഇവിടെ ടിക്കറ്റുകൾ പരിശോധിക്കാൻ സെക്യൂരിറ്റി ഗാർഡ് നിലയുറപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് പാലക്കാടിൻ്റെ പ്രാദേശിക ഭരണാധികാരിയായിരുന്ന ഇട്ടിക്കുമ്പി അച്ഛനും സാമൂതിരിയുമായിട്ടുള്ള ഒക്കച്ചങ്ങാത്തത്തിൻ്റെ കഥയാണ്. എന്നാൽ ചരിത്രം ഇവിടെയും പിഴച്ചില്ല. സാമൂതിരി പതിയെ പാലക്കാടിന് കണ്ണുവച്ചു. ഇത് മനസ്സിലാക്കിയ പാലക്കാട് അച്ഛൻ കോട്ടയ്ക്ക് സംരക്ഷണമൊരുക്കാൻ ഹൈദരാലിയുടെ സഹായം തേടിയത് ചരിത്രം. കോട്ടയ്ക്ക് സംരക്ഷണമേകാൻ വന്ന ഹൈദരാലി പതിയെ കോട്ടയുടെ ആധിപത്യം മങ്ങാട്ടച്ചനിൽ നിന്നും പിടിച്ചെടുത്തു. പാലക്കാട്ട് തൻ്റെ അധിനിവേശം തുടർന്ന് ഉറപ്പിച്ചതായി കരുതുന്നു. തുടർന്ന് 1790 വരെ ഈ കോട്ടയുടെ ആധിപത്യം മൈസൂർ സുൽത്താൻമാരുടെയോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെയോ കൈകളിലായിരുന്നു. തുടർന്ന് 9 വർഷത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു ഉശിരൻ കരിങ്കൽ കോട്ട നിർമ്മിക്കപ്പെട്ടു. 1766 ഈ കോട്ടയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്.
ഫ്രഞ്ച് എഞ്ചിനീയറിംഗ് ടെക്നോളജിയാണ് കോട്ട നിർമ്മാണത്തിനായി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. പടയാളികൾക്കുള്ള ഒളിയിടങ്ങൾ കോട്ടയിൽ യഥേഷ്ടം കാണാം. എന്നാൽ ഇപ്പോൾ ഇവിടെ ഒളിയിടങ്ങളാക്കുന്നത് നൂറുകണക്കിന് യുവമിഥുനങ്ങളാണ്. കുടമറകൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ ഇരിപ്പ് വൈകുവോളം തുടരും. കോട്ടയിലെ ആയുധപ്പുര ഇപ്പോഴും പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് കാണാനാകും. തോക്കുകൾക്കും പീരങ്കികൾക്കും കഥ പറയാനുള്ള ഇടംചാടികൾ ഇപ്പോഴും ബലിഷ്ഠമാണ്. പടയാളികൾക്കുള്ള ഒളിയിടങ്ങൾ യഥേഷ്ടം ഈ കോട്ടയിൽ കാണാം. പാലക്കാടിനെ ലക്ഷ്യം വച്ച ഹൈദരാലി പിൽക്കാലത്ത് കോട്ട പിടിച്ചെടുത്തു എന്നത് ചരിത്രം. കോട്ടയിൽ അധികാരം പിടിച്ചെടുത്ത ഹൈദരാലി പാലക്കാട് രാജാവിനെ ശ്രീരംഗപട്ടണത്ത് തടവിലാക്കി എന്നതും ചരിത്രം. 1776 കേണൽ വുഡിലൂടെ ബ്രിട്ടീഷുകാർ ഹൈദരാലിയിൽ നിന്നും കോട്ടയുടെ അധികാരം പിടിച്ചെടുത്തുവെങ്കിലും ആക്രമണകാരിയായ ഹൈദരാലി മാസങ്ങൾക്കുള്ളിൽ തന്നെ കോട്ടയുടെ നിയന്ത്രണം ബ്രിട്ടീഷുകാരിൽ നിന്നും തിരികെ പിടിച്ചു. കേണൽ ഫുള്ളറ്റിൻ്റെ നേതൃത്വത്തിൽ നടന്ന 11 ദിവസം നീണ്ട യുദ്ധവും കോട്ട ടിപ്പുവിൽ നിന്നും ബ്രിട്ടീഷുകാർ പിടിച്ചതും തന്ത്രശാലിയായ ടിപ്പു പിൽക്കാലത്ത് കോട്ട തിരിച്ചു പിടിച്ചതും ചരിത്രം. അത്യാവശ്യ ഘട്ടങ്ങളിൽ ജലക്കിടങ്ങിൽ ഉപയോഗിക്കാനുള്ള ബോട്ടാണ് നമ്മളീ കാണുന്നത്. നമ്മൾ ആദ്യം കണ്ട ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. പുരാതന കാലത്തെ ഹൈന്ദവ ഇസ്ലാമിക് നിർമ്മാണ രീതികളാണ് കോട്ടയിൽ എവിടെയും കാണാനാകുക. കോട്ടയ്ക്കകത്ത് ബ്രിട്ടീഷ് അധിനിവേശ കാലത്ത് ഒരു ജയിൽ പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കാണാനാകും. ഇന്ന് ഈ സബ് ജയിലിൻ്റെ പ്രവർത്തനം മലമ്പുഴയിലാണുള്ളത്. മൈസൂർ അധിനിവേശ കാലത്ത് നാണയം അടിക്കുന്നതിനായിട്ടുള്ള കമ്മട്ടം ഈ കോട്ടയിൽ പ്രവർത്തിച്ചിരുന്നതായി കരുതപ്പെടുന്നു. ഇത്തരത്തിൽ 9 നിരീക്ഷണ കോട്ടകൾ, ജലകിടങ്ങ്, കമ്മട്ടം, സബ് ജയിൽ, വിവിധ ഓഫീസുകൾ, ആയുധശാലകൾ, ഒളിയിടങ്ങൾ, വിശാലമായ ഗ്രൗണ്ട് എന്നിവ അടങ്ങിയ യുദ്ധത്തിൻ്റെയും അധിനിവേശത്തിൻ്റെയും വിജയപരാജയങ്ങളുടെ ചരിത്രം ഒളിപ്പിച്ചു വച്ച ഒരു അത്ഭുത കോട്ടയിലാണ് നാം ഇന്നുള്ളത്. 8 മനുഷ്യർ ചുറ്റിപ്പിടിച്ചാൽ എത്താവുന്ന തരത്തിലുള്ള ഒരു പടുകൂറ്റൻ പുരാതന വൃക്ഷം ഞങ്ങൾ കണ്ടു. അന്നത്തെ പുരാതനമായ ആയുധപുരയും യോദ്ധാക്കളുടെ ഒളിത്താവളവും മിന്നൽ രക്ഷാ സംവിധാനവും നമുക്കിന്നും ഇവിടെ കാണാനാകും. കോട്ടയുടെ ഒത്ത നടുവിലായി പടികൾ കെട്ടി അലങ്കരിച്ച അതിവിശാലമായ ജലസമൃദ്ധമായ ഒരു കിണർ ഞങ്ങളുടെ ഏവരെയും അത്ഭുതപ്പെടുത്തി. ഇനി മറ്റൊരു അത്ഭുതകരമായ കാഴ്ച കാണാം. അതിപുരാതനമായ ഒരു വൃക്ഷം, അതിൻ്റെ ഒരു ശിഖരം ഭാരത്താൽ താന്ന ഭൂമിയിലേക്ക് ആണ്ടിറങ്ങി 3 വടവൃക്ഷങ്ങളായി മാറിയിരിക്കുന്ന ഒരു അത്ഭുത കാഴ്ച.
കുപ്പിയുടെ ആകൃതിയിൽ നിർമ്മിച്ചിട്ടുള്ള പുരാതന കാലത്തെ ഒരു മാനുവൽ ഫർണസ്. പുരാവസ്തു വകുപ്പിന്റെ അടിയന്തര ശ്രദ്ധ പതിയേണ്ട കോട്ടയ്ക്കുള്ളിലെ ഒരേ ഒരു ഭാഗം ഇതാണ്. നമ്മുടെ നാടിൻ്റെ 400 വർഷത്തെ അധിനിവേശങ്ങളുടെയും യുദ്ധങ്ങളുടെയും വിജയ പരാജയങ്ങളുടെയും ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച പാലക്കാടൻ കോട്ടയുടെ മണ്ണിൽ നിന്നും ഒരു ദീർഘനിശ്വാസത്തോടെ ഞങ്ങളും പുറത്തേക്ക്. Thanks for watching my video. Thank you and see you again.